السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഒരു ആപത്ത് പറ്റിയാൽ എന്നിട്ട് ഫയഖൂലു, അതെത്ര ചെറിയ ആപത്തായാലും ശരി, മരണം മാത്രമല്ല, അപകടം പറ്റുകയോ ഒരു മുറിവ് പറ്റുകയോ ഒരു മുള്ളു തറക്കുകയോ ചെരുപ്പ് പൊട്ടുകയോ അതല്ലെങ്കിൽ ഒന്ന് വിളക്ക് കെട്ടുപോവുകയോ ചെയ്താൽ പോലും മുസ്ലിമായ മനുഷ്യന് അത് മുസീബത്താണ്. ആ നിലയിൽ അവൻ പറയുകയും ചെയ്താൽ മാ അമറഹുല്ലാഹു ബി, അള്ളാഹു ഖുർആനിൽ പറയാൻ കൽപ്പിച്ച ആ വാക്കിനെ അവൻ പറയുകയും ചെയ്താൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ ദിക്ർ ചൊല്ലുകയും ചെയ്താൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നാവ് കൊണ്ട് പറയണമെന്നാണ്. സ്റ്റിക്കർ അയക്കുകയല്ല. സ്റ്റിക്കർ അയച്ചാൽ അത് പറഞ്ഞു എന്ന് അടയാളം കാണിക്കാൻ വേണ്ടി സ്റ്റിക്കർ അയക്കുന്നതിന് വിരോധമില്ല. പക്ഷേ പറയേണ്ടത്, നമ്മൾക്ക് സ്റ്റിക്കറായിട്ടോ വാർത്തയായി ഇങ്ങനെ എഴുതി കാണിച്ചാൽ പോലും മരിച്ച വിവരമോ വല്ല അപകടത്തിൻ്റെയോ മുസീബത്തിൻ്റെയോ ആക്സിഡൻറ്റിൻ്റെയോ കൊറോണ ബാധിച്ചതോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയാൽ ഇന്നാ ലില്ലാഹി എന്ന് സ്റ്റിക്കർ അയക്കുന്നതോടൊപ്പം നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതിനാണ് കൂലിയുള്ളത്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുകയും വേണം, അല്ലാഹുമ്മ അജിർനീ ഫീ മുസീബത്തീ, അല്ലാഹുവേ എനിക്ക് ബാധിച്ച ഈ മുസീബത്ത്, എനിക്ക് ഈ കണ്ട മുസീബത്ത്, ഇതിന് നീ ഞാൻ ക്ഷമിച്ചതിൻ്റെ പ്രതിഫലം നീ നൽകണേ അല്ലാ. അജിർ എന്ന് പറഞ്ഞാൽ കൂലിയാണ്. ആ അർത്ഥത്തിൽ അജിർനി അങ്ങനെയും പ്രയോഗം ഇവിടെ ഹദീസിൽ വ്യക്തമായി കാണുന്നല്ലോ. അല്ലാഹുമ്മ അജിർനി, അജിർനി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തണേ എന്ന അർത്ഥത്തിൽ വേറെ വാക്കുണ്ട്. ഇത് ആ അർത്ഥത്തിലല്ല. അല്ലാഹുമ്മ അജിർനി, എനിക്ക് നീ കൂലി തരണേ അല്ലാ, ഫീ മുസീബത്തി, എനിക്ക് സംഭവിച്ച ഈ ആപത്തിൽ, വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, എനിക്ക് നീ അതിനേക്കാളും ഖൈറിനെ പകരം തരുകയും ചെയ്യണമേ അല്ലാ. വഖ്ലുഫ്, നീ പകരം നൽകണേ അല്ലാ, ലീ എനിക്ക്, ഖൈറൻ മിൻഹ, ഈ നഷ്ടം സംഭവിച്ച ഈ സംഗതിയേക്കാൾ നല്ലതിനെ. ഇത് ഏത് കാര്യമാണ് അതങ്ങോട്ട് പറയാം. എന്നാൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു, അല്ലാഹു അവന് വേറെ നൽകും, ഖൈറൻ മിൻഹാ, ആ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നല്ലതിനെ അല്ലാഹു അവന് പകരം നൽകുക തന്നെ ചെയ്യും. ഈ ദിക്ർ പഠിച്ചു വെച്ചു ആര്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ ഭാര്യയായത് പിന്നെയാണ്. ആദ്യം അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ ഭാര്യയായിരുന്നല്ലോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് ഈ ഒരു ദിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹദി പഠിച്ചു വെച്ചത്. എന്ത് വന്നാലും അവർ ഈ ദിക്ർ ചൊല്ലുമായിരുന്നു. ഫലമ്മാ മാത അബൂ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ, കാലത്ത് ഉമ്മ പറഞ്ഞു, ഞാൻ ഈ ദിക്റങ്ങ് ചൊല്ലി, പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ അബീ സലമ, എന്നെ പൊന്നുപോലെ നോക്കിയ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ്
അബൂ സലമയേക്കാൾ നല്ല ഒരാളെ എനിക്ക് ഊഹിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അതിലും വലിയ ആളുകൾ എന്നെ കെട്ടുമെന്നും എനിക്കറിയില്ലായിരുന്നു. അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി ഹിജ്റ പോയത് ഞാനാണ്. അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ അന്നി ഖുൽതുഹാ فأخلف الله لي رسول الله صلى الله عليه وسلم. പിന്നെ ഹിജ്റക്ക് ശേഷം ഞാൻ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുമായിരുന്നു. അല്ലാഹുമ്മ, ഒരു സംഭവം നമുക്ക് മുസീബത്ത് നടന്നത് എപ്പോൾ ഓർമ്മ വരികയാണെങ്കിലും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഉപ്പ മരിച്ചത് ഒന്നുകൂടി മനസ്സിൽ വരികയാണ്. ഉമ്മ മരിച്ച ആ രംഗം മനസ്സിൽ ഇങ്ങനെ ഓടി വരികയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്തും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ക്ഷമയെ ചോദിച്ച് അതിന് കൂലിയെ ചോദിച്ച് പകരം ചോദിക്കണം. ഇത് ഞാനിങ്ങനെ ചൊല്ലുമായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ മദീനയിലെത്തിയതിന് ശേഷം അള്ളാഹു എനിക്ക് എൻ്റെ ഭർത്താവിനേക്കാൾ നല്ലൊരാളെ പകരം തന്നല്ലോ. ഫഅഖ്ലഫല്ലാഹു ലീ, എനിക്ക് അള്ളാഹു പകരം തന്നു. അള്ളാന്റെ റസൂലിനെ തന്നെ ഭർത്താവായി എനിക്ക് കിട്ടിയപ്പോഴാണ് ആ ഖൈറിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് എന്ന് ഉമ്മ പറഞ്ഞു പോയി. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഏത് അപകടങ്ങൾ വരുമ്പോഴും നമുക്ക് ചൊല്ലാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപകടത്തിൽപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് ആ അപകടം സംഭവിച്ചില്ലല്ലോ എന്ന നന്ദിയും അള്ളാഹ്ക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ട്. വലിയ രോഗികളെ കാണുമ്പോൾ അവരുടെ മുന്നിൽ ചൊല്ലണ്ട, അവർ കാണാമറയത്തെത്തുമ്പോൾ റബ്ബിനോട് പറയാം, അൽഹംദുലില്ലാഹ്, എനിക്ക് ഇതുപോലുള്ള അപകടങ്ങൾ നീ തന്നില്ലല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ കൂട്ടുകാരൻ അബ്ദുൽ ഖാദർ എന്ന കൂട്ടുകാരനെ കുറിച്ച് പല വട്ടമായി നമ്മൾ പറയുന്നു. അദ്ദേഹത്തിന് ആരാരുമില്ലാത്ത, കുടുംബത്തിലെല്ലാവരും രോഗികളായ, ആരും ഇനി സഹായിക്കാൻ ബാക്കിയില്ലാത്ത, സഹായിക്കാൻ ഇനി ആരെയും കണ്ടെത്താനില്ലാത്ത ഒരു കൂട്ടുകാരനായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലിലേക്കുള്ള രക്തം ബ്ലോക്കായി കാലെല്ലാം പഴുത്ത് കാല് പൊടിയായി വീഴുകയാണ്. അതങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഉമ്മയുടെ കണ്ണ് മെഡിക്കൽ ലോകത്ത് തന്നെ അത്ഭുതമായ നിലക്ക് കണ്ണ്, ആ കണ്ണിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഇളകി കയ്യിലേക്ക് ഇളകി വീഴുകയാണ്. ഡോക്ടർമാരത് വെച്ചാൽ ഇനി ശരിയാവില്ല എന്ന് പറഞ്ഞതാണ്. ഓപ്പറേഷൻ ചെയ്തപ്പോൾ അൽഹംദുലില്ലാ അതിൻ്റെ കാഴ്ച അടക്കം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു കുടുംബമാണെന്ന് നമുക്ക് ആത്മീയമായി പറയാം. ഈ കുടുംബത്തിലെ ഖാദർ ഉമ്മാക്ക് വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവനെ ഓപ്പറേഷൻ ചെയ്യണം, ബ്ലോക്കാണ് ഞരമ്പിന്, കാലിൻ്റെ ഞരമ്പിന് എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ഉമ്മ വരണ്ടാന്ന് പറഞ്ഞപ്പോഴും ഉമ്മ കൂടെ വരികയാണ്, വയസ്സായ ഉമ്മ. അവനെ ബോധം കെടുത്താതെ അങ്ങനെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് പ്രഷർ കുറയുകയും ഷുഗർ കുറഞ്ഞ്, അങ്ങനെയാണ് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. ICUലായി. മകൻ ഇപ്പുറത്ത് അഡ്മിറ്റായി. കൂടെ വന്ന ഉമ്മാനെ അപ്പുറത്ത് ICUയിൽ അഡ്മിറ്റ് ചെയ്തതായിട്ടാണ് ഞാൻ പോയപ്പോൾ കാണുവാൻ സാധിച്ചത്. അപ്പോഴും പറയാണ്, മോനെ നിങ്ങളുടെ ആ പ്രസംഗം ഞാൻ കേട്ടു, എൻ്റെ മോനെക്കുറിച്ച് പറയണത്. വേറെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൊബൈലിലോട്ട് അയക്കണം. ICUയിൽ ഡോക്ടർമാർ ചെക്കാക്കാൻ വേണ്ടി വേറെ അടുത്തേക്ക് കിടത്തിയെടുത്താണ് ഈ മൊബൈൽ എനിക്ക് കാണിക്കുന്നത്. നിങ്ങളെ മകന് ഞാൻ അയച്ചു കൊടുക്കാം, നിങ്ങൾ ബേജാറാവണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോയി. ഈ കുടുംബത്തിനെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കണം. ഓപ്പറേഷൻ നടന്നു, നല്ല വേദനയുണ്ട്, കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുമുണ്ട്. നാള് അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിയാൻ തന്നെ വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്ന നല്ല സംഭാവന റബീഉൽ അവ്വൽ മാസത്തിൽ
ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ധാരാളം സലാത്ത് ചെല്ലണം. നമുക്കും കുടുംബത്തിനും മുഅ്മിനീങ്ങൾക്കെല്ലാം ദുആ ചെയ്യണം. നിപ വൈറസ് വന്നിടത്ത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ദുആ ചെയ്യണം. മറ്റുള്ളിടത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു സലാമത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.